സംസ്ഥാനത്ത് വീണ്ടും പാമ്പുകടിയേറ്റ് മരണം. കായംകുളം സ്വദേശി സെലീനയാണ് മരിച്ചത്. വീട്ടുവളപ്പിൽ നിന്നാണ് സെലീനയ്ക്ക് പാമ്പുകടിയേറ്റത്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കൂടുന്നു എന്നത് ആശങ്കാജനകമാണല്ലോ മനീഷ്. വിജിത്, ഇപ്പോഴും ഈ കടിച്ച പാമ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആന്റിവനം കൊടുക്കാൻ വൈകിയതാണ് മരണത്തിന്റെ കാരണമെന്നാണ് നമുക്ക് പ്രാഥമിക നിലയിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് കായംകുളം ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീന, 42 വയസ്സാണ്, ബന്ധുവീട്ടിൽ പോയതാണ്. കായംകുളം കൊറ്റംകുളങ്ങരയുള്ള ബന്ധുവീട്ടിലേക്ക് പോയതാണ്. അവിടെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരം ഉണ്ടായിരുന്നു, അടുക്കള കാണൽ ചടങ്ങായിരുന്നു. അവിടെ 6 മണിക്ക് പോയി സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് അങ്ങോട്ടേക്ക് പോയ വാഹനം, ഇരുചക്ര വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അവിടെ ചടങ്ങ് കഴിഞ്ഞ് സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വാഹനം എടുക്കാൻ പോകുമ്പോഴാണ് പാമ്പ് കടി ഏറ്റതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നിന്നും ആളുകൾ ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു 7 മണിയോടുകൂടി. അങ്ങനെ 7:30 മരണം സംഭവിക്കുമായിരുന്നു. ആന്റിവനം കൊടുക്കാൻ, അതായത് ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈകിയതിന്റെ പ്രശ്നമാണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കായംകുളം താലൂക്ക് ആശുപത്രിയാണ് മൃതദേഹം അവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കായംകുളം ചേരാവള്ളി വടക്കേത്തോപ്പിൽ സമീർ സാഹിബിന്റെ മകളാണ് സെലീന. ഒപ്പം തന്നെ സെലീന വ്യാപാരി വ്യവസായി സമിതിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കൂടിയാണ്. റിജിത്ത് ആര്യ. ശരി, മനീഷ് മഹിവാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.